ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി എ ആളൂർ അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രനാണ് ചേരുന്നത്. രേണുക, കുപ്രസിദ്ധിയാർജിച്ച ഒരു പിടി കേസുകളിലൊക്കെ സാന്നിധ്യം അറിയിച്ചൊരു ക്രിമിനൽ അഭിഭാഷകനായിരുന്നു അഡ്വക്കേറ്റ് ബി എ ആളൂർ. എങ്ങനെയാണ് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? രേണുക രാജേന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരും. സൂചിപ്പിച്ച പോലെ തന്നെ പല കേസുകളിലും അല്ലെങ്കിൽ കുപ്രസിദ്ധി നേടിയ പല കേസുകളും അതിൽ പ്രതിഭാഗത്തിനൊപ്പം നിന്നിരുന്ന പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു അഡ്വക്കേറ്റ് ബി എ ആളൂർ. നിരവധി കേസുകളിൽ ഇന്നും വിവാദം തുടർന്ന കേസുകളിലൊക്കെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് ബി എ ആളൂർ. രേണുക രാജേന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രേണുക, എങ്ങനെയാണ് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? നിലവിൽ ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോട് കൂടി തന്നെയാണ് മരണം സ്ഥിരീകരിച്ചത്, ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇന്ന് രാവിലെ പുലർച്ചെയാണ് അദ്ദേഹത്തിനെ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതിനുശേഷമാണ് ഒരു ചികിത്സയ്ക്കൊക്കെ ശേഷം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടി തന്നെയാണ് മരണം ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2023 മുതൽ വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം. സ്വകാര്യ ആശുപത്രിയിൽ വൃക്കരോഗത്തെ തുടർന്ന് 2023 മുതൽ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ തൃശ്ശൂരിലുള്ള അദ്ദേഹത്തിൻ്റെ തൃശ്ശൂർ എരുമപ്പെട്ടിയിലുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനുള്ളിൽ മോർച്ചറിയിൽ നിന്ന് ആദ്യം മൃതദേഹം അദ്ദേഹത്തിൻ്റെ അഭിഭാഷക ഓഫീസിലേക്ക് പൊതുദർശനത്തിനായി വയ്ക്കും. ഇവിടെ ജസ്റ്റിസ് അവന്യൂ റോഡിലാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷക ഓഫീസ്. അവിടേക്കാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആദ്യം എത്തിക്കുക. അതിനുശേഷമാണ് തൃശ്ശൂരിലെ എരുമപ്പെട്ടിയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്നത് എന്ന് വേണം നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളടക്കമുള്ളവർ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ നിലവിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക്, എറണാകുളം സ്വകാര്യ ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്നുള്ളൊരു മരണം എന്ന് വേണം പറയാൻ. കാരണം വളരെ പെട്ടെന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മരണവിവരം പുറത്തു വന്നത്. വൃക്കരോഗത്തെ തുടർന്ന് 2023 മുതൽ അദ്ദേഹം ചികിത്സ തേടിയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ അദ്ദേഹത്തിന് വേദന പ്പെടുകയും വൃക്കരോഗത്തെ തുടർന്ന് അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ഉച്ചയോടുകൂടി ഏകദേശം 12:59 1 മണിയുടെ ഈ മരണവിവരം ഔദ്യോഗികമായി ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുകയായിരുന്നു. ഗോവിന്ദച്ചാമിയുടെയും കൂടത്തായി ജോളി കേസിലെ പ്രതികൾക്കായി കോടതിയിൽ ഹാജരായി വാദിച്ച ഒരു വ്യക്തിയാണ്. ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്ന രീതിയിൽ കേരളത്തിനകത്തും പുറത്തും അദ്ദേഹം വളരെ പ്രസക്തി നേടിയ ഒരു വ്യക്തി കൂടിയായിരുന്നു. ഇന്ന് രാവിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിന് എത്തിച്ചിരുന്നു. ക്രിമിനൽ അഭിഭാഷകനായ ബി എ ആളൂരിനെ, ബി എ എന്ന് വെച്ചാൽ ബിജു ആന്റണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായും ഒരു പേര്. തൃശ്ശൂർ സ്വദേശിനിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ പ്രതികൾക്കായ പല കേസിലും അദ്ദേഹം സ്വമേധയെ കോടതിയിൽ ഹാജരാവുകയും അതോടൊപ്പം തന്നെ കോടതിയിൽ നിന്നും കേസുകൾ വാദിച്ച് വിജയിക്കുകയും ചെയ്ത പല കേസുകളുണ്ട്. ഗോവിന്ദച്ചാമിയുടെയും അതോടൊപ്പം തന്നെ കൂടത്തായി ജോളി കേസും ഇലന്തൂർ ഇരട്ട നടപടി കേസ്